രോഗികൾ ചികിത്സാ പിഴവ് കാരണം മരിക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ വീഴ്ചയെന്ന് പറഞ്ഞ് നമ്മൾ വിമർശിക്കാറുണ്ട്. എന്നാൽ ആശുപത്രിക്കുള്ളിൽ ഒരു ഡോക്ടർക്ക് നേരെ ആക്രമണമുണ്ടാകുന്നതും അതേ സിസ്റ്റത്തിൻ്റെ പിഴവ് മൂലമല്ലേ? ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിന് പിന്നാലെ ആശുപത്രികളിലെ സുരക്ഷ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ആരോഗ്യ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ മകളുടെ മരണം പ്രതി സനൂപിനെ മാനസികമായി തളർത്തിയെന്നും മകൾക്ക് കൃത്യമായി ചികിത്സ ലഭ്യമായില്ലെന്ന തോന്നലാകും കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നും ഭാര്യ പ്രതികരിച്ചു. ഡോക്ടറെ ആക്രമിക്കുന്നതിനായി സനൂപ് രണ്ട് ആൺമക്കളെയും കൂട്ടി ആശുപത്രിയിലെത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സൂപ്രണ്ടിന്റെ മുറിയുടെ മുൻവശത്ത് രണ്ടു വട്ടം എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രതി ഉള്ളിൽ കടന്ന് ഡോക്ടർ വിപിനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് ആശുപത്രി ജീവനക്കാരാണ് സനൂപിനെ പിടികൂടി പോലീസിന് കൈമാറിയത്. താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സനൂപിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കസ്റ്റഡി അപേക്ഷ പോലീസ് വൈകാതെ സമർപ്പിക്കും. ഡോക്ടറെ ആക്രമിച്ച ഭർത്താവിന്റെ നടപടിയെ ന്യായീകരിക്കുന്നില്ലെന്ന് സനൂപിന്റെ ഭാര്യ പ്രതികരിച്ചു. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചല്ല മകൾ മരിച്ചതെന്ന് സനൂപ് ഉറച്ചു വിശ്വസിച്ചു. മകളുടെ മരണശേഷം മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു സനൂപ് എന്നും ഭാര്യ പറയുന്നു. അമീബിക് എന്നുള്ള ഒരു എന്താ പറയുക ലേബിൾ ഒട്ടിച്ച കാരണം അത് നമുക്ക് മരിച്ചത് മാത്രമല്ല മരണശേഷം കുറെ അനുഭവങ്ങൾ വരാണ്. കാരണം കുട്ടീനെ പൊതുദർശനത്തിൽ സ്കൂളിലാണ്. കുട്ടിക്ക് അമീബിക് കാണുന്ന ഒരു വൈറസാണ്, അത് പകരും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്ത കാരണം ഒരു സ്കൂളിൽ വെച്ചിട്ട് പോലും വളരെ തുച്ഛമായ ആൾക്കാർ, അത് സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ വരെ തന്നെ ആ കുട്ടീനെ വന്ന് കാണാനുള്ളൊരു പേടി, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് പ്രശ്നം. അപ്പോൾ അതൊക്കെ രക്ഷിതാക്കളെന്ന നിലയിൽ അവള് പഠിച്ചു വളർന്നു. അവള് കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, സാമ്പത്തിക ഇടപാട് നടന്നുവെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ആ കുട്ടി ആ രീതിയിൽ സിക്കാണെങ്കിൽ നേരെ കേശുവാലിറ്റി പോയി കാണിക്കുക, അവിടെ ഇരുന്നാ പറയാം അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആ കുട്ടിക്ക് അതിന് ശേഷം വെള്ളമോ ഭക്ഷണം കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല. വെയിറ്റ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി മാത്രമാണ്. പേഷ്യന്റ് സ്റ്റേബിൾ ആയിരുന്നു, അത് ആ ഡോക്ടർക്ക് മാത്രം പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് മറ്റേ ഡോക്ടറെ കാണിച്ചത്. അതും മറ്റേ ഡോക്ടറുടെ ഇന്റർഗേഷനിന് ശേഷമാണ് എന്താണെന്ന് വെച്ചറിയാം. ഇനി കേശുവാലിറ്റിയുള്ള ബാക്കി സ്റ്റാഫിനോട് അവിടുത്തെ എന്തെങ്കിലും ഡിലേ ഉണ്ടോ, അതൊക്കെ ആ കുട്ടിയുടെ അമ്മക്കാണ് കൂടുതലായിട്ട് അറിയാം. ഈ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കാര്യമായിട്ട് ഡിലേ ഇല്ല. ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലായി, ഇപ്പൊ നിങ്ങൾക്ക് മെൻജോഎൻസെഫലൈറ്റിസ് നിങ്ങൾക്ക് എല്ലാവരും ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. വെട്ടേറ്റ ഡോക്ടർ വിപിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകർ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് സമരം നടത്തി. സർക്കാർ ആശുപത്രികളിൽ അത്യാഹിതമൊഴികെയുള്ള വിഭാഗങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ന്യൂസ് 18 കോഴിക്കോട്.